ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെഡിക്കൽ ടേം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം, ഇപ്പോൾ മുതൽ PMOS എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം. എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റം വന്നെന്നറിയണ്ടേ? പഴയ പേര് സയൻറ്റിഫിക്കലി റോങ് ആയിരുന്നു. പോളിസിസ്റ്റിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒവേറിയൻ സിസ്റ്റുകളാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് തെറ്റാണ്. PMOS ഉള്ള പല സ്ത്രീകളിലും ഒവേറിയൻ സിസ്റ്റുകൾ ഉണ്ടാകാറേ ഇല്ല. ഇനി എന്താണ് PMOS എന്നറിയണ്ടേ? നമ്മുടെ ശരീരത്തിലെ ഒന്നിലധികം വ്യവസ്ഥകളെ ബാധിക്കുന്ന ഒരു ഹോർമോൺ മെറ്റബോളിക് അവസ്ഥയാണ് PMOS. ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എനർജിയാക്കി മാറ്റാൻ ശരീരത്തിന് പറ്റാതെ വരുന്നു. ഇത് കാരണം ശരീരത്തിൽ ഇൻസുലിൻ കൂടുകയും അത് സ്ത്രീകളിൽ പുരുഷ ഹോർമോണുകൾ കൂടാൻ കാരണമാവുകയും ചെയ്യും. നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് PCOS ആണ്, തടി കുറയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപദേശം എന്തുകൊണ്ട് അപൂർണമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും.